നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രഷർ ഇമ്മൊബിലൈസേഷനെ കുറിച്ചാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ സജികുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന ഒരു വിപത്താണ് പാമ്പുകടി എന്നുള്ളത്. ഭാഗ്യവശാൽ ഭൂരിഭാഗം പാമ്പുകടികളും അപകടകരമല്ല. എന്നാൽ പാമ്പുകടി ഏൽക്കുമ്പോൾ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്നാണ് പാമ്പ് കടിച്ചതിന് തൊട്ട് മുമ്പിലായി ഇറുകിയ രീതിയിൽ ടൂർണിക്കേറ്റ് കെട്ടുക എന്നുള്ളത്. ടൂർണിക്കേറ്റ് കെട്ടുക എന്നുള്ളത് ലോകത്തെമ്പാടും നിലനിൽക്കുന്ന ഒരു തെറ്റായ സമ്പ്രദായമാണ്, പ്രത്യേകിച്ചും പാമ്പ് കടിയിൽ. പാമ്പിൻ്റെ വിഷം രക്തത്തിൽ കൂടെയാണ് നമ്മുടെ ശരീരത്ത് പടരുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ആളുകൾ ഇങ്ങനെ മുറിവിന് മുകളിൽ ഇറുകിയ രീതിയിൽ ടൂർണിക്കേറ്റ് കെട്ടുന്നത്. എന്നാൽ പാമ്പിൻ്റെ വിഷം നമ്മുടെ ശരീരത്ത് പടരുന്നത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ലസിക വ്യവസ്ഥയിൽ കൂടിയാണ്. നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തെ രക്തസംക്രമണം ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ നടക്കുമ്പോഴോ ഓടുമ്പോഴോ നമ്മുടെ ശരീരത്തിലെ പേശികൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ലസിക വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പാമ്പ് കടിയേറ്റയാൾ ഒരിക്കലും നടക്കാനോ ഓടാനോ പാടില്ല. പാമ്പ് കടിയേൽക്കുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രഥമ ശുശ്രൂഷയാണ് പ്രഷർ ഇമ്മൊബിലൈസേഷൻ എന്നുള്ളത്. പ്രഷർ ഇമ്മൊബിലൈസേഷൻ എന്ന് വെച്ചാൽ പാമ്പ് കടിയേറ്റ ഭാഗത്ത് മതിയായ മർദ്ദം കൊടുക്കുകയും കൈകാലുകൾ അനക്കാതെ വെക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രഷർ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത് 10 മുതൽ 15 സെൻറ്റിമീറ്റർ വീതിയുള്ള ഇലാസ്റ്റിക് ബാൻഡേജുകളോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ കിട്ടുന്ന ക്രേപ്പ് ബാൻഡേജുകളോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല കിട്ടുന്ന അവസരമല്ലെങ്കിൽ സാധാരണ തുണിയോ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ആദ്യമായി ചെയ്യേണ്ടത് മുറിവേറ്റ ഭാഗത്ത് 10 മുതൽ 15 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ഇലാസ്റ്റിക് ബാൻഡേജ് ചുറ്റണം. ഇത് ചുറ്റിയ ശേഷം ബാൻഡേജ് കടിച്ചയാളുടെ വിരലുകൾ മുതൽ മുകളിലോട്ട് ക്രമമായി ചുറ്റിയെടുക്കുക. കൈകാലുകൾ കഴിയുന്നത്ര മൂടത്തക്ക വിധത്തിൽ വേണം ബാൻഡേജ് ചുറ്റേണ്ടത്. ഈ ബാൻഡേജ് ചുറ്റിക്കഴിഞ്ഞാൽ കൈകാലുകൾ നിശ്ചല അവസ്ഥയിൽ വെക്കണം. അതിനുവേണ്ടി ഒരു സ്കെയിലോ ഒരു മരത്തടിയോ അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ ന്യൂസ് പേപ്പർ ചുരുളുകളോ ഉപയോഗിച്ച് കൈകാലുകൾ കെട്ടിവെക്കണം. രോഗിയും കൈകാലുകളും പൂർണ്ണമായിട്ടും വിശ്രമ അവസ്ഥയിലായിരിക്കണം. ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആശുപത്രിയിൽ എത്തിയ ശേഷം മാത്രമേ ഈ ബാൻഡേജുകൾ അഴിക്കാൻ പാടുള്ളൂ. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത്, കടിയേറ്റയാൾ ഒരുപാട് പേടിക്കാനോ നടക്കാനോ ഓടാനോ ഒന്നും പാടില്ല. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കാനോ വിഷം വലിച്ചെടുക്കാനോ യാതൊരു കാരണവശാലും ശ്രമിക്കരുത്. വളർത്തുമൃഗങ്ങൾ കടിച്ചാൽ നമ്മൾ ആ മുറിവ് ധാരാളം വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകാൻ പറയാറുണ്ട്. എന്നാൽ പാമ്പ് കടിയേറ്റ ഭാഗത്ത് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ധാരാളം സമയം നഷ്ടപ്പെടുത്താനേ ഉപകരിക്കും. അതുപോലെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, യാതൊരു കാരണവശാലും ടൂർണിക്കേറ്റ് കെട്ടാൻ പാടില്ല. നന്ദി, നമസ്കാരം.